ഏതെങ്കിലും ദുരന്തം എവിടെയെങ്കിലും ഉണ്ടായാൽ ആ ദുരന്തത്തെക്കാൾ മാരകമായ ചില ദുരന്തം മറ്റ് ചില സ്ഥലങ്ങളിലുണ്ടാവും. സാധാരണ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകളിൽ ഞെട്ടൽ, ഖേദം, ദുഃഖം, പ്രയാസം ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. പിന്നെ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ഓർക്കുക, നമ്മുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും ആ സ്ഥലത്തോ ആ പ്രദേശത്തോ ഉണ്ടെങ്കിൽ, സുഹൃത്തുക്കളാണെങ്കിൽ അവരെ വിളിച്ച് വിവരങ്ങൾ തിരക്കുകയോ അറിയുകയോ ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ്. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും യാത്ര ചെയ്യുന്നവരുണ്ടെങ്കിൽ സുരക്ഷിതമായിരിക്കണേ എന്ന് പറയുക. ഞാൻ ഈ ദുരന്തം അറിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ഞാൻ ഫോണെടുത്ത് വിളിച്ചത് എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിനെയാണ്. അവനൊരു യാത്രയുമായി പുറത്താണ്. അവനോട് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇനി ഈ പറഞ്ഞ സംഗതികളൊന്നും എയർ ഇന്ത്യ സാധനമൊന്നും എടുക്കാൻ നിൽക്കരുത്, വേറെ ഏതെങ്കിലും എമിറേറ്റ്സോ അതുപോലെയുള്ള സേഫായിട്ടുള്ള ഫ്ലൈറ്റ്സ് എടുത്ത് പോരാൻ തിരിച്ചു പറഞ്ഞു. അത് പറഞ്ഞപ്പോഴാണ്, അവനെ കിട്ടിയപ്പോഴാണ് ഒരു ആശ്വാസമായത്. ഇതൊക്കെ സാധാരണ മനുഷ്യർക്കും മനസ്സുള്ളവർക്കും ഒക്കെ സംഭവിക്കുന്നതാണ്. എന്നാൽ ആ ഗണത്തിൽ പെടാത്ത ചിലർ എപ്പോഴും എവിടെ ഉണ്ടാവാറുണ്ട്. പണ്ട് നമ്മുടെ ഈ ക്രൈസ്തവ സഹോദരന്മാരുടെ പ്രാർത്ഥനാ യോഗത്തിൽ ബോംബ് പൊട്ടിയപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ചടുലമായ ചില സംഗതികളുമൊക്കെയായി രംഗത്തിറങ്ങി മറ്റ് ചില ദുരന്തങ്ങളായി മാറുന്ന നമ്മുടെ സെബാസ്റ്റ്യൻ പോൾ സാർ അടക്കമുള്ള ചില ആളുകളും, പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ BJPയുടെ ദേശീയ അധ്യക്ഷനടക്കമുള്ള ആളുകൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് NIA വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പിന്നീട് മാർട്ടിനായപ്പോൾ അങ്ങ് നനഞ്ഞ് കുതിർന്നു പോയ സംഗതി നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇതെല്ലാ സന്ദർഭങ്ങളിലും ഇങ്ങനെയുള്ളവരുണ്ടാവാറുണ്ട്. അവരുടെ ഒരു പ്രത്യേകത, ഈ ദുരന്തമോ ഈ സംഗതികളോ ഒന്നും ആയിരിക്കില്ല, അതിന് പകരം ഇത്തരം ചില കാര്യങ്ങളായിരിക്കും. അത്തരത്തിൽ ഒരു ദുരന്ത ശബ്ദമാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. അതൊന്ന് കേൾക്കാം. അട്ടിമറി സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന് പറയുന്നത്. നോക്കൂ, നമുക്കറിയാം, കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കിടയിൽ 2 കപ്പൽ അപകടങ്ങൾക്കാണ് നാം സാക്ഷ്യം വഹിച്ചത്. കേരള തീരത്ത് ഒരു വിമാന ദുരന്തം കൂടി നടന്നിരിക്കുന്നു. ടാറ്റയ്ക്കെതിരെ വലിയ പ്രക്ഷോഭവുമായിട്ട് പല കോണുകളിൽ നിന്നും ചിലരൊക്കെ രംഗത്ത് എത്തിയിട്ടുണ്ട്. ടാറ്റയ്ക്ക് എതിരെ, ടാറ്റയാണ് ഓൺ ചെയ്യുന്നത് എയർ ഇന്ത്യ വിമാനങ്ങൾ. അപ്പോൾ സ്വാഭാവികമായി അട്ടിമറി നമുക്ക് പ്രതീക്ഷിക്കാം. ആ സാധ്യത തള്ളിക്കളയാൻ ആവില്ല. നേരത്തെ ശ്രീ രഘുനാഥ് ചൂണ്ടിക്കാണിച്ചതുപോലെ മെയിൻ്റനൻസ് സ്റ്റാഫിൽ ഒരാൾ വിചാരിച്ചാൽ മതി. മെയിൻ്റനൻസ് സ്റ്റാഫിൽ ഒരാൾ വിചാരിച്ചാൽ മതി, പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഇതാണ് അട്ടിമറി സാധ്യതയാണ് പുള്ളി കാണുന്നത്. അന്വേഷണം നടന്നില്ല, ആരും സൂചിപ്പിച്ചില്ല, ഒന്നുമില്ല. പക്ഷേ പുള്ളി മുൻപേ തന്നെ അട്ടിമറി സാധ്യത കാണുകയാണ്. എന്താണ് കാര്യം? അതിനൊരു ഉദാഹരണം ആമുഖമായി പറയുന്നത് കേട്ടില്ലേ? കടലിൽ 2 കപ്പലുകൾക്ക് തീ പിടിച്ചു. ആ തീ പിടിച്ചതും ആ ദുരന്തമുണ്ടായതുമൊക്കെ ഈ പറയുന്നത് പോലെ നമ്മൾ കണ്ടതാണ്. ഈ അട്ടിമറി സാധ്യതയുള്ള ഇവിടുത്തെ ആരൊക്കെയോ കരയിൽ നിന്ന് ചില സംഗതികൾ കടലിലേക്ക് നിക്ഷേപിച്ച്, അത് ഇപ്പോഴത്തെ കടലിലേക്ക് നിക്ഷേപിക്കാൻ ഒരു സാധനമേ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കടൽ തീരത്ത് പോയി കുഴി തുരന്ന് ബോംബിടുന്നവരുണ്ട്, വെളുപ്പിനെയൊക്കെ, വീട്ടിൽ കക്കൂസില്ലാത്തവർ. അത്തരം ചില ആളുകൾ ബേപ്പൂരിന്നോ താനൂരിന്നോ കാണാൻ പോയി അതുപോലെ എന്തെങ്കിലും ഏറുപടക്കം കുഴിച്ചിട്ടിട്ട് അടുത്ത തിരമാല വന്ന് ഈ ഏറുപടക്കം അടിച്ച് കടലിൽ കൊണ്ടുപോയി 2 കപ്പലുകളെ തീ പിടിപ്പിച്ചു. അതിൻ്റെ ഒരു അന്വേഷണ ചുമതലയും ഒരു പ്രോഗ്രസ്സും ഒക്കെ പുള്ളിയെ അറിയിക്കണം. കാരണം അങ്ങനെ എവിടെയെങ്കിലും പോകുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം പുള്ളി പറഞ്ഞു കേട്ടില്ലേ, വിമാനത്തിൻ്റെ ഒരു മെക്കാനിക്ക് മാത്രം തീരുമാനിച്ചാൽ തന്നെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്ന് ഏതോ രഘുനാഥ് അഭിപ്രായപ്പെട്ടു എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഈ കാണുന്ന പോലെ ആണല്ലോ, നമ്മൾ ഈ കാറൊക്കെ വർക്ക്ഷോപ്പിൽ കയറ്റുന്ന പോലെ ആണല്ലോ ഈ ഫ്ലൈറ്റൊക്കെ കയറ്റുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫ്ലൈറ്റ് കയറ്റി ഇങ്ങനെ അവിടെ വഴിയിലിട്ടിട്ട് 5-6 ടെക്നീഷ്യന്മാരെല്ലാം കൂടെ വന്ന് സ്പാനറും ഒക്കെ കൊണ്ടുവന്ന് ഊരിയിട്ട് അവരപ്പുറത്തെ ചായക്കടയിൽ പോയി ചായ കുടിക്കുന്ന കൂട്ടത്തിൽ 2 നെട്ടും ബോൾട്ടും ഊരി പോക്കറ്റിലിട്ടിരുന്നാൽ മതി, വിമാനം ഇങ്ങനെയൊക്കെ ആവുമെന്ന്. സത്യത്തിൽ ആലോചിച്ച് നോക്കിയേ, സാങ്കേതിക അറിവ് വേണം, ഇല്ലെങ്കിൽ അതിന് മനുഷ്യത്വം വേണം. ഇനി ഇതെല്ലാം പോട്ടെ, ഒരു കേവല സാമാന്യ മനുഷ്യരാണെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പോഴല്ലേ അതിനകത്ത് പിന്നെ ഈ സ്റ്റുഡിയോയും ടാറ്റായും ഒക്കെ വരുന്നത്. ഇത് മുൻകൂട്ടി സ്റ്റുഡിയോയും ടാറ്റായും ഒക്കെ അട്ടിമറിക്കാനുള്ള ചില ആളുകൾ നടത്തുന്ന നീക്കങ്ങളെ സംബന്ധിച്ചാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അതിനെക്കുറിച്ച് നന്നായി താഴോട്ട് അദ്ദേഹത്തിൻ്റെ ഈ പോസ്റ്റിൽ കമൻ്റ് ഇട്ടവർ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും ആ പോസ്റ്റ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങൾ അത് കേട്ടാൽ മതി. എൻ്റെ പ്രിയപ്പെട്ട അനിൽ നമ്പ്യാർ സാറേ, നമ്മളൊക്കെ ജീവിക്കേണ്ടത് ഈ സമൂഹത്തിലാണ്. ഒരുപാട് മനുഷ്യർ ജീവിക്കുന്ന സമൂഹമാണിത്. ഈ സമൂഹത്തിൽ നിങ്ങൾ വെറുപ്പും വിദ്വേഷമൊക്കെ വിറ്റോളൂ, അതിന് പറ്റുന്ന വിഷയമെങ്കിലും തിരഞ്ഞെടുക്കൂ. അല്ലെങ്കിൽ അതിന് പറ്റുന്നൊരു സമയം തിരഞ്ഞെടുക്കൂ. ഇതങ്ങനെയൊന്നും അല്ലാതെ ഈ 10-250 പേർ മരണപ്പെട്ടതിൽ എല്ലാ മനുഷ്യർക്കും വിഷമവും ദുഃഖവുമായി. കാരണം എല്ലാവരും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവരാണ്.
നമ്മളൊക്കെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഈ അടുത്ത സമയത്ത് യാത്ര ചെയ്തപ്പോൾ കുറേ സമയം ടർബുലൻസ് വന്നപ്പോൾ നമ്മളൊക്കെ മനസ്സിൽ ഓർത്തു സംഗതി ഏതാണ്ടൊക്കെ വരാൻ പോവുകയാണോ എന്ന് ചിന്തിച്ച് റെഡിയായിരിക്കുന്ന നിമിഷങ്ങൾ ഒരുപാട് ഫ്ലൈറ്റ് യാത്രയിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്തരമൊരു വികാരത്തോടെ കാണുമ്പോൾ അതിനകത്ത് ഈ വിദ്വേഷം കാണാൻ ഒരുപക്ഷെ കേരളത്തിൽ അങ്ങേക്ക് മാത്രമേ കഴിയുള്ളൂ. ശ്രീജിത്ത് പണിക്കർ സാറിന് പോലും അത്രയും പറ്റിയില്ല. ബാക്കി അതിൻ്റെ മറുവശത്ത് നിന്ന് പുള്ളി കാര്യങ്ങൾ പറഞ്ഞു വന്നേ ഉള്ളൂ. ഇത് അങ്ങേക്ക് മാത്രം കഴിയുന്നൊരു കാര്യമാണ്. അതിനെ സംബന്ധിച്ച് അങ്ങയുടെ കമൻ്റാളികൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വായിച്ചങ്ങ് ഉൾക്കൊള്ളുമെന്ന് വിചാരിക്കുന്നു.